വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ റോഷ്നി. ഇന്ന് നമ്മൾ സിങ്കോണിയം വളരെ തിക്കായിട്ട് ഭംഗിയായിട്ട് പെട്ടെന്ന് വളരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ടിപ്സ് ആൻഡ് കെയർ, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം. സിങ്കോണിയം പോഡോഫിലം ഒരുപാട് പേരുടെ വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. പൊതുവായിട്ട് പറഞ്ഞാൽ ആരോഹെഡ് പ്ലാന്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സിങ്കോണിയം എൻ്റെ കയ്യിലൊരു 20ലധികം കളക്ഷൻസ് ഉണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ വൈറ്റ് ബട്ടർഫ്ലൈ, ഗ്രീൻ പിങ്ക് സിങ്കോണിയം, ഹോട്ടൽ സിങ്കോണിയം, റെഡ്, ചോക്ലേറ്റ്, പിങ്ക്, ക്രീപ്പർ, മിക്കി, പിന്നെ പിക്സി, കോൺഫിറ്റി, കാരമൽ ബട്ടർ, സ്ട്രോബെറി, സിൽവർ ഗൂസ്, എമറാൾഡ്, പിങ്ക് കോൺഫെറ്റി, പിങ്ക് ഗോഡ്സില, ലെമൺ വൈന്, അങ്ങനെ കുറേ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. സിൽവർ ഗൂസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ തിക്കായിട്ടും ഭംഗിയായിട്ടും ഇത് നമ്മൾ ബുഷിയായിട്ട് വളർത്താനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വലിയ ഇലകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി ഒരു 4-5 നോടോടുകൂടി നമ്മൾ കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് വളരെയധികം നമുക്ക് കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഈ വിറക് കത്തിച്ച ചാരമില്ലേ, അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ചാരം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൽ മുക്കി വെച്ചിട്ട് ഇലകൾ നമ്മൾ ഓരോന്നോ ഒരു 4 നോഡായിട്ട് കട്ട് ചെയ്ത് തൈകൾ ഉണ്ടാക്കാം കേട്ടോ. സാധാ മണ്ണിൽ ചരിച്ച് കമ്പ് കുത്തി വെച്ചിട്ട് നമുക്കിത് നട്ട് വളർത്താവുന്നതാണ്. പോട്ടി മിക്സ് ഡ്രൈ ആകരുത്. എന്നാൽ അത് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിലും അത് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട്, അത് കൂടാനും പാടില്ല, നോർമലായിട്ടുള്ള വെള്ളം വേണം. എപ്പോഴും ഈർപ്പം നിലനിർത്തണം. പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു നമ്മുടെ വളം എന്ന് ഉദ്ദേശിച്ചാൽ കുത്തിരി അരി കഴുകിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് വളരെ നല്ലതാണ് കേട്ടോ. അത് ഒരു നുള്ളി ചാരം ചേർത്ത് അരിച്ചെടുത്ത് ഒരു 4 ലിറ്റർ ആക്കിയിട്ട് സ്പ്രേ ചെയ്താൽ ഈ നമ്മുടെ പ്രാണിശല്യം, ഇൻസെക്ട്സിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരുപാട് സൂര്യപ്രകാശം വേണ്ട, എന്നാൽ ബ്രൈറ്റ് ലൈറ്റ് വേണം താനും. ആ ഒരു രീതിയിലുള്ള ഒരു ലൈറ്റ് ഉള്ള ഭാഗത്ത് അറേഞ്ച് ചെയ്യാം. നമുക്ക് സിറ്റ് ഔട്ടിലോ പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടുത്തോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെറിയൊരു ലൈറ്റ് മതി. പിന്നെ വെള്ളം ഒരുപാട് വേണ്ട. പോട്ടി മിക്സിൽ ഒരു 30% ചകിരിച്ചോറാണ് എപ്പോഴും നല്ലത്. പിന്നെ ഗാർഡൻ സോയിൽ, കരിയില കമ്പോസ്റ്റ്, ചാണകപ്പൊടി ഇവയൊക്കെ ചേർക്കാം. മാസത്തിലൊരിക്കൽ നമുക്ക് വളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേയില ഉപയോഗം കഴിഞ്ഞ് നമ്മുടെ തേയില നന്നായിട്ട് വേവിച്ചിട്ട് തണുപ്പിച്ച് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് കഞ്ഞിവെള്ളം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 ഗ്ലാസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ 5 ഗ്ലാസ് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ 5 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇല ചുരുങ്ങുന്ന അല്ലെങ്കിൽ പുള്ളിക്കുത്ത്, മഴയത്ത് ഇല അഴുകുക, മഞ്ഞ കളറാകുക, അതിനൊക്കെ നമുക്ക് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം വളരെ നല്ലതാണ് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml വേപ്പെണ്ണ എടുത്തിട്ട് 5 തുള്ളി ലിക്വിഡ് സോപ്പ് സ്പ്രേ ചെയ്താൽ മതി. വളരെ എഫക്റ്റീവാണ്. കെമിക്കൽ ആണെങ്കിൽ നമുക്ക് സാഫ് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും സ്പ്രേ ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. നീളത്തിൽ വളരുന്ന തണ്ട് നമ്മൾ കട്ട് ചെയ്ത് ആ വലിയ പ്ലാന്റിനടിയിൽ തന്നെ നമ്മൾ വേര് പിടിപ്പിച്ചെടുത്താൽ വളരെ ബുഷിയായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ സിങ്കോണി വെറൈറ്റീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് മാക്സിമം അതിൻ്റെ ഭംഗിയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ആവശ്യമില്ലാത്ത വേരുകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കെമിക്കൽ വളങ്ങൾ വളരെ കുറച്ച് പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സിങ്കോണിയം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ഒരുപാടുണ്ട്. സിങ്കോണിയം ആൽബോ, ചോക്ലേറ്റ് സിങ്കോണിയം, ഈ വീഡിയോയിൽ കാണുന്നത് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിലും അധികം വെറൈറ്റീസ് അവൈലബിൾ ആയ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നമുക്ക് ഇത് ഇതിനകത്ത് ക്രീപ്പിംഗ് ഉണ്ട്, നാരയുണ്ട്, ചോക്ലേറ്റ് സിങ്കോണി ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈസി ആയിട്ട്, ഇപ്പം തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബുഷിയായിട്ട് വളർത്താനായിട്ട് ഈ പറയുന്ന കഞ്ഞിവെള്ളം ഒരു സീക്രട്ട്. ഏറ്റവും കൂടുതൽ കഞ്ഞിവെള്ളത്തിൽ ചാരം കലർത്തി നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബുഷിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ടിപ്സ്, കെയർ, സിങ്കോണിയം വെറൈറ്റീസ് അല്ല ഓരോ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് സന്തോഷം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാകണം. ഡ്രീമി ഗാർഡൻ്റെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഏറ്റവും അധികം പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്നാൽ ബ്രൈറ്റ് ലൈറ്റ് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.